ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിന് പിന്നാലെ രാജ്യത്തെ പ്രധാന പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളുടെ സുരക്ഷ സൈന്യത്തിന് നൽകാൻ ആലോചന. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ചാണ് നടപടി. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ നിർണായക യോഗം ചേർന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ബൽറാം, ഏറെ നിർണായകമായ ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്രം പോകുന്നത്. ചോദ്യപേപ്പറുകളുടെ സുരക്ഷ സൈന്യത്തിന് നൽകാനാണ് ആലോചന, അല്ലേ? അനൂപ്, രാജ്യത്ത് കഴിഞ്ഞ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച വലിയ തോതിലുള്ള വിവാദമാവുകയും കേന്ദ്ര സർക്കാരിനെ അത് പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് യുവജനങ്ങളുടെ മുന്നേറ്റങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ സുരക്ഷ രാജ്യത്ത് നടത്തുന്ന മത്സര പരീക്ഷകളുടെ സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. പ്രധാന അഖിലേന്ത്യാ പരീക്ഷകളുടെ സുരക്ഷ അത് സൈന്യത്തിന് നൽകുന്നതാണ് പരിഗണനയിലുള്ളത്. ഈ ഒരു നടപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇത്തരത്തിൽ ഒരു സുരക്ഷ സൈന്യത്തെ ഏൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉന്നതതലത്തിൽ തന്നെ ചർച്ച ചെയ്യുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ കൂടാതെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ, കൂടാതെ NTA യിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ, കൂടാതെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതരും ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. വരാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷയിൽ അടക്കം ഈ ഒരു സുരക്ഷ സൈന്യത്തെ ഏൽപ്പിക്കുന്ന കാര്യം പരിഗണനയിലുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉന്നതതല യോഗത്തിന്റെ അന്തിമ തീരുമാനം അനുസരിച്ചായിരിക്കും. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെയാണ് ഒരു നിർണായക തീരുമാനത്തിലേക്ക് കേന്ദ്രം കടക്കുന്നത്. അത്തരത്തിൽ അതിനൊരു ഫൈനൽ തീരുമാനമായില്ലെങ്കിലും ചോദ്യപേപ്പറുകളുടെ സുരക്ഷ സൈന്യത്തിന് നൽകാനുള്ള ആലോചന കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഡൽഹിയിൽ നിന്നും ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.